അണ്ണാ, ആശാന്റെ വാക്കേട്ട് വെറുതെ ഒരു മണ്ടത്തരം കാണിക്കരുത്. ഹനുമാൻ സേവ നടത്തുന്നവര് കല്യാണം കഴിക്കത്തില്ലെന്ന് ആരാ പറഞ്ഞത്? പെണ്ണിന്റെ മുഖത്ത് നോക്കിയ സാമി ശിക്ഷിക്കും പോലും. ഓരോരോ ഊളത്തരങ്ങളെ. അതിന് കളരിയെ കുറിച്ചൊക്കെ നിനക്ക് എന്താണ് അറിയാ? ഞങ്ങളെടുക്കുന്ന പ്രതിജ്ഞയെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? നമ്മുടെ കളരിന്ന് പെണ്ണ് വിഷയത്തിന് പറഞ്ഞു വിട്ട ആ ശ്യാമളനില്ലേ, അവനിപ്പോ താണ്ടെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. വലിയ താമസമില്ലാതെ അവന്റെ ഭാര്യ ഇപ്പൊ ഒരു ഹനുമാൻ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യും. അവർക്കൊന്നും ഇല്ലാത്ത അപകടം അണ്ണൻ എങ്ങനെയാ? ഇതാ ആശ അണ്ണനിട്ട് പാര വെച്ചതാ. ശ്യാമളന്റെ വക്കാലത്തൊന്നും നീ പറയണ്ട. അവനുള്ള ശിക്ഷ ഹനുമാൻ സ്വാമി കൊടുത്തോളൂ. ഒന്നും സംഭവിക്കില്ല അണ്ണാ. കാരണം എന്താണെന്നറിയോ? അവൻ ഇപ്പോഴും ഹനുമാൻ കോവിലിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അവന് വിശ്വാസമുണ്ട്. ഈശ്വരൻ ഒരു വിശ്വാസിയെ ഒരിക്കലും ശിക്ഷിക്കത്തില്ല അണ്ണാ, പകരം രക്ഷിക്കത്തേ ഉള്ളൂ. എന്തായാലും ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. ഒന്നും അറിയാത്ത ആളൊന്നും അല്ലല്ലോ ആശാൻ. ഇങ്ങേര് നന്നാവുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ആ പാടത്തേക്കുന്ന പോത്തിന് പിന്നെ വിവരമുണ്ട്. എന്താടാ പോത്തിന്റെ കാര്യക്ക് നീ പറയുന്നത്? ഒന്നുമില്ല അണ്ണാ, ആ പോത്തിന് വെള്ളം കൊടുത്തില്ലല്ലോ എന്ന് ചിന്തിച്ചതാ. അയ്യേ, ഈയിടെയായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന മൊത്തം ഈ അണ്ണനെ കേൾക്കുന്ന എങ്ങനെയാ? ഒരു പേടിയും കിട്ടുന്നില്ലല്ലോ. അണ്ണാ, അടുത്ത ആഴ്ച 2-3 ദിവസം ഞാൻ ലീവായിരിക്കും. ലീവ് എടുക്കാൻ നിനക്കെന്താ സർക്കാർ ജോലിയാണോ അവിടെ? അണ്ണാ, എന്റെ അപ്പച്ചിയുടെ മോളുടെ കല്യാണം. ഏത്? ആ പുളിങ്കുന്നിലുള്ള അപ്പച്ചിയുടെ മകളുടെ? അത് തന്നെ. കല്യാണം മുണ്ടക്കയത്തിന് അപ്പുറത്ത് വെച്ച് ഏതോ ഒരു കുഗ്രാമത്തിൽ വെച്ചാ. അവിടെ പോയി വരണമെങ്കിൽ തന്നെ 2-3 ദിവസം പിടിക്കും. പിന്നെ ഒരു ദിവസം ക്ഷീണം തീർക്കണം. അതെങ്ങനെയാടാ ഈ കുട്ടനാട്ടിലെ പെണ്ണിന് അങ്ങ് മലമൂട്ടിലെ ചെക്കനെ കണ്ടുപിടിച്ചത്? ഓ, അതൊന്നും പറയണ്ടണ്ണാ. സിനിമാ കഥ വരെ തോറ്റു. അതെന്താടാ? അന്ന് പ്രളയ സമയത്ത് ഏതോ ക്ലബിന്റെ പേരിൽ സന്നദ്ധ പ്രവർത്തനത്തിന് വന്നതാ ആ ചെറുക്കനും കൂട്ടരും. പുളിങ്കുന്നിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു അവർക്ക് ഡ്യൂട്ടി. അവിടെ ആയിരുന്നല്ലോ അപ്പച്ചിയും മോളും ഒക്കെ താമസിച്ചിരുന്നത്. അവർക്കൊക്കെ ഭക്ഷണം വിളമ്പലായിരുന്നു ചെറുക്കന്റെ ജോലി. എന്തിനു പറയുന്നു, ആ കൊച്ചിന് മാത്രം ലേശം പഞ്ചാര ചേർത്താണ് അവൻ ഭക്ഷണം വിളമ്പിയെന്ന് ആരും അറിഞ്ഞില്ല. കുട്ടനാട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിയപ്പോ അവരുടെ പ്രേമം തലയ്ക്ക് മീതെ പൊങ്ങി. പെണ്ണിനാ റബ്ബർ വെട്ടുകാരനെ തന്നെ മതിയെന്ന് പറയുമ്പോ പിന്നെ നമ്മൾ എന്നാ പറയാനാ? പ്രേമം കയറി മൂത്താ പിന്നെ മുന്നും പിന്നും നോക്കൂല, ചാടിക്കേറി കല്യാണം കഴിച്ചു.